നേരത്തെ പറഞ്ഞത് തന്നെ. ഇതുങ്ങളെ വിറ്റ് ഇവള് പൈസ ഉണ്ടാക്കുവാണ്. ഇവനും ആ പരിപാടിക്ക് അവളുടെ കൂടെ ഉണ്ടെന്നാ കേട്ടത്. നല്ല കമ്മീഷൻ കിട്ടൂലേ? പറഞ്ഞു പറഞ്ഞ് ഇവരിത് എങ്ങോട്ടാ പോണതെന്ന് അറിയാനായിട്ടാണ് ഞാൻ മിണ്ടാതെ തന്നെ ഇരുന്നത്. എങ്കിലും എന്ത് മിണ്ടാനാ? അവരുടെ ഉദ്ദേശം എന്താണെന്ന് ആദ്യം അറിഞ്ഞു നോക്കട്ടെ. അമ്മയെ പറഞ്ഞത് എന്താന്ന് മക്കൾക്ക് മനസ്സിലായോ? അതാണല്ലോ എനിക്കും അറിയേണ്ടത് എന്ന ഭാവത്തിൽ ഞാനൊന്ന് തലയാട്ടുക പോലും ചെയ്യാതെ അവരെ നോക്കിയിരുന്നതേ ഉള്ളൂ. ഇല്ല, അവന്റെ കൂടെയുള്ള യാത്രയൊന്നും വേണ്ടെന്ന് ഹരിയോട് മക്കൾ പറയണം. വല്ലതുമൊക്കെ വന്നു പോയിട്ട് പിന്നെ അയ്യോ പോത്തോന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അവന്റെ കൂടെയൊക്കെ എവിടെങ്കിലും പോയാലേ നാളെ നിന്നെക്കുറിച്ചായിരിക്കും ആളുകൾ വേണ്ടാത്തത് പറയണത്. ആൺപിള്ളേർക്ക് പിന്നെ അങ്ങനെയൊന്നും ഇല്ലല്ലോ. അതാ ഞാൻ ഹരിയെ വിലക്കാത്തത്. ഇന്നിപ്പം തന്നെ ഇവൻ ഇടയ്ക്ക് നോക്കിയത് കണ്ടോ? മക്കളെ ശ്രദ്ധിച്ചു കാണൂല. നീ അങ്ങനെയൊന്നും മനസ്സിൽ വിചാരിക്കണത് പോലും അല്ലല്ലോ. എന്നാലേ ഇവന്മാരൊന്നും അങ്ങനെ ആവൂല. നമ്മൾ സൂക്ഷിച്ചാ നമുക്ക് കൊള്ളാം. ഹരിയുടെ അടുത്ത് നീ പറഞ്ഞാൽ മതി. എനിക്കിത് ഹരിയോട് പറയാൻ പറ്റുമോ? മോശമല്ലേ? മോക്കാവുമ്പോൾ പറയാമല്ലോ. ഞാൻ പറഞ്ഞതാണെന്നൊന്നും പറയണ്ട. നിങ്ങൾ ഒന്നിച്ച് പോയപ്പോഴുള്ള അവന്റെ നോട്ടവും വർത്തമാനവും ഒന്നും പിടിച്ചില്ലെന്ന് പറഞ്ഞാൽ മതി. അവന് കാര്യം മനസ്സിലായിക്കോളും. പിന്നെ ഒരുമിച്ച് പോവാൻ നിർബന്ധം പിടിക്കൂല. ഹാ, ബെസ്റ്റ്. അങ്ങനെ വരട്ടെ. അപ്പം ഇതിനാണ് ഇത്രയും വളഞ്ഞു കുത്തി മൂക്ക് പിടിച്ചത്. ഞങ്ങൾ ഇനി രാജേഷ് ഏട്ടൻ്റെ ഒപ്പം എവിടെയും പോവാൻ പാടില്ല. അതിനു വേണ്ടിയാണിപ്പോൾ രാജേഷ് ഏട്ടനെ ഇത്രയും വൃത്തികെട്ടവനായിട്ട് എൻ്റെ മുന്നിൽ പ്രസൻറ്റ് ചെയ്തത്. ഇതിന് മാത്രം കുരുട്ടുബുദ്ധി ഇവരുടെ തലയിൽ എവിടുന്ന് വരുന്നാണാവൂ. ഞാൻ പറയാനുള്ളത് പറഞ്ഞു. ഇല്ലെങ്കിൽ പിന്നെ നാളെ എന്തെങ്കിലും പറ്റിയിട്ട് നിനക്ക് അവൻ്റെ സ്വഭാവം അറിയാവുന്നതല്ലേ? എന്നിട്ട് ആ കൊച്ചിനെ പറഞ്ഞ് മനസ്സിലാക്കാത്തത് എന്താന്ന് നാട്ടുകാരെന്നോട് ചോദിക്കരുതല്ലോ. അതാ പറഞ്ഞു തന്നത്. പിന്നെ മറ്റുള്ള പെൺപിള്ളേരെ പോലെയല്ല. നീ പറഞ്ഞാൽ മനസ്സിലാവുകയും അനുസരിക്കുകയൊക്കെ ചെയ്യുന്ന കൂട്ടത്തിലാണെന്നും തോന്നി. അത്രയും പറഞ്ഞ് അമ്മായി കഴിച്ച പാത്രവും എടുത്ത് അടുക്കളയിലേക്ക് പോയി. ഇത് എന്തു തരം ജീവിയാണോ എന്തോ എന്ന ഭാവത്തിൽ ഞാൻ അടുക്കളയിലേക്ക് കയറിപ്പോകുന്ന അവരെ നോക്കിയിരുന്നു പോയി. രാവിലെ ഞാൻ ഒന്നും പറഞ്ഞാൽ അനുസരിക്കില്ലെന്ന് രാജേഷ് ഏട്ടനോട് പറഞ്ഞ ആളാണ്. ഇപ്പം പറയുന്നു എനിക്ക് പറഞ്ഞാൽ മനസ്സിലാകും, അനുസരിക്കുമെന്ന്. കൊള്ളാം അല്ലേ? ഹോന്ത് നിറം മാറുമോ ഇങ്ങനെ? പാത്രത്തിൽ വിളമ്പിയെടുത്ത ചോറ് അതുപോലെ പുറത്തേക്ക് കൊണ്ട് തട്ടി. വിശപ്പ് രാവിലെ തന്നെ കെട്ടുപോയതാണല്ലോ. ഹരിയേട്ടനെങ്ങാനും ഉണ്ടായിരുന്നെങ്കിൽ അവരെന്നെ ഇത് മുഴുവൻ കഴിപ്പിച്ചേനെ. ഇതിപ്പോൾ ഞാൻ കഴിക്കാതിരുന്ന അവർക്കെന്താ? പാത്രങ്ങൾ കഴുകുമ്പോഴും അടുക്കള വൃത്തിയാക്കുമ്പോഴും ഒക്കെ അവർ പറഞ്ഞതിനെക്കുറിച്ചായിരുന്നു എൻ്റെ ചിന്ത. ആക്സിഡൻറ്റിനെ കുറിച്ച് എന്തെങ്കിലും പറയാമെന്നാണ് കരുതിയത്. അതുണ്ടായില്ല. അതല്ലെങ്കിലും നാട്ടുകാരോട് പറയാനാകും താല്പര്യം. എന്തായാലും ഹരിയേട്ടനോട് ആയമ്മ പറഞ്ഞതുപോലെ ഒന്നും പറയില്ലെന്ന് മനസ്സിൽ ഉറപ്പിച്ചു. വർഷങ്ങളുടെ പരിചയമുണ്ട് ഹരിയേട്ടനും രാജേഷ് ഏട്ടനും തമ്മിൽ. തിക് ഫ്രണ്ട്സാണ് അവർ. ഇരുവർക്കും പരസ്പരം നന്നായിട്ട് അറിയാമായിരിക്കണം. അങ്ങനെയുള്ള ഒരാളെക്കുറിച്ച് ഞാൻ ഇല്ലാവചനം പറയാനോ? അല്ലെങ്കിൽ തന്നെ ആ മനുഷ്യൻ എന്നെ മോശമായിട്ടൊന്ന് നോക്കിയിട്ട് പോലുമില്ല. ഇനി അമ്മായി രാജേഷ് ഏട്ടനെക്കുറിച്ച് ഇങ്ങനെ മോശമായി പറഞ്ഞു എന്ന് ഹരിയേട്ടനോട് പറയാമെന്ന് വെച്ചാലോ? ആൾ എന്നെ വിശ്വസിക്കില്ലെന്ന് 101% ഉറപ്പാണ്. അവർ എന്നോട് പറഞ്ഞതിനെക്കുറിച്ച് ഒന്നുമേ മിണ്ടാതിരിക്കുന്നതാണ് നല്ലതെന്ന് തന്നെ മനസ്സിൽ ഉറപ്പിച്ചു. അങ്ങനെ കരുതുമ്പോഴും എന്തിനെന്നറിയാതെ മനസ്സ് അസ്വസ്ഥമായിക്കൊണ്ടിരുന്നു. അടുക്കളയൊക്കെ ഒതുക്കിക്കഴിഞ്ഞ് റൂമിൽ ചെന്നിട്ട് മീനുവിനെ ഒന്ന് വിളിക്കാമെന്ന് ഓർത്തു. അവളോട് സംസാരിച്ച മനസ്സിന് സമാധാനം കിട്ടും. ഇല്ലെങ്കിൽ അവൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് മൈൻഡ് റിലാക്സ് ആക്കിക്കോളും. റൂമിലേക്ക് നടക്കുമ്പോൾ വരാന്തയിലെ കസേരയിൽ ചാരി വായ തുറന്നിരുന്ന അമ്മായി സുഖമായി ഉറങ്ങുന്നു. അല്ലെങ്കിൽ അവർക്കെന്ത് സമാധാനക്കേട്? അവർ കാരണം പോയത് എൻ്റെ മനസ്സമാധാനമല്ലേ? മുറിയിലേക്ക് കയറി കതകടച്ച് കുറ്റിയിട്ടു. മീനുവിനോട് സംസാരിക്കുന്നത് അമ്മായി കേൾക്കരുതല്ലോ. മീനുവിനെ വിളിച്ച് അമ്മായി പറഞ്ഞതൊക്കെ അവളോട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവൾ അവിടെ കിടന്ന് ചിരിയോ ചിരി. എന്താടി മനുഷ്യനിവിടെ ടെൻഷൻ അടിച്ചിട്ട് അതൊന്ന് കുറയ്ക്കാൻ വേണ്ടിയാണ് ഇവളെ വിളിച്ചത് തന്നെ. അപ്പോൾ അവൾക്ക് ചിരി. എനിക്കങ്ങ് ദേഷ്യം വന്നു. എൻ്റെ എടിയെ, പണ്ട് പാലാഴി കടഞ്ഞപ്പോൾ പൊങ്ങി വന്ന കാളകൂട വിഷമം പരമശിവനാണ് കുടിച്ചതെന്നല്ലേ നമ്മൾ കരുതിയത്? അല്ലടി അല്ല. അത് മുഴുവൻ കുടിച്ചു തീർത്തത് നിന്റെ അമ്മായിയമ്മയാണ്. ഇല്ലെങ്കിൽ പിന്നെ അവരുടെ ഉള്ളിൽ എവിടുന്ന ഇതിനു മാത്രം വിഷം? അതാ ഇനി അവർ ദിവസവും കരിമൂർഖനെയാണോ തിന്നണത്? അവൾ ഞാനെന്തോ തമാശ പറഞ്ഞതുപോലെയാണ് സംസാരം. അവരുടെ ഉള്ളിൽ ഇത്രയും വിഷം എവിടുന്ന് വന്നു എന്ന് കണ്ടുപിടിക്കാനാണോ ഞാനിപ്പോൾ നിന്നെ വിളിച്ചത്? എൻ്റെ ക്ഷമ നശിച്ചു തുടങ്ങി. അതല്ല, എന്നാലും എൻ്റെ ഒരു സംശയം ഞാൻ ചോദിച്ചതാണേ. നീ തമാശ വിടും മീനു. ഞാൻ സീരിയസ് ആയതോടെ അവളും ചിരി നിർത്തി. നീ ഇപ്പോൾ ഇന്ന് അവർ പറഞ്ഞു ഒന്നും ഹരിച്ചേട്ടനോട് പറയുന്നില്ലെന്നാണോ? പിന്നല്ലാതെ പറഞ്ഞ ഹരിയേട്ടൻ വിശ്വസിക്കുമോ? അതില്ല. ഇപ്പം പറയാത്തത് തന്നെയല്ലേ നല്ലത്. അവരിന്നൊന്നും പറഞ്ഞിട്ടുമില്ല, ഞാനൊന്നും കേട്ടിട്ടുമില്ല. അന്ന് മുടങ്ങിയ ട്രിപ്പ് അടുത്ത മാസം പ്ലാൻ ചെയ്യുന്നു എന്ന് പറഞ്ഞില്ലേ? അപ്പം അതോ?
ചക്കുളത്തേക്ക് പോകും വഴി കാറിൽ വെച്ച് ഹരിയേട്ടനും രാജേഷ് ഏട്ടനും തമ്മി അതേക്കുറിച്ച് സംസാരിക്കുന്നത് കേട്ടിരുന്നു. അന്ന് മുടങ്ങിയ കൊടൈക്കനാൽ ട്രിപ്പ് അടുത്ത മാസമോ അതിനടുത്ത മാസമോ പോയാലോ എന്ന്. ഞാനത് മീനുവിനോട് പറയുകയും ചെയ്തു. അതിന് പോകും, സംശയമൊന്നും ഇല്ലാതെ തന്നെ പറഞ്ഞു. അപ്പോൾ മറ്റേ ചേട്ടനും ഫാമിലിയും കാണില്ലേ? കാണും. അവരുടെ കൂടെ പോകണ്ടെന്ന് പറഞ്ഞിട്ട് പിന്നെയും പോയാ അമ്മായി ഇനി വല്ല ഉടായ്പ ഒപ്പിച്ചാലോ? എന്ത് ഉടായ്പ്? എടി, നിങ്ങൾ ട്രിപ്പ് കഴിഞ്ഞ് വരുമ്പോൾ ഇവർ നിന്നെയും രാജേഷ് ഏട്ടനെയും കുറിച്ച് മോശമായിട്ട് ആ നാട് മുഴുവൻ പറഞ്ഞു പരത്തില്ലെന്ന് ആര് കണ്ടു? എൻ്റെ നെഞ്ചിലൊരു വെള്ളടി വെട്ടി. അങ്ങനെയൊക്കെ അവർ പറയുമോ? ഇതുപോലൊക്കെ കാട്ടുന്നവർ അങ്ങനെ പറഞ്ഞാലും അതിശയിക്കാനില്ലല്ലോ. എൻ്റെ പൊന്നു മീനു, നീ എന്നെ വട്ടാക്കരുത്. ഹാ, ഞാൻ നിന്നെ സമാധാനിപ്പിച്ചതല്ലേ? അവൾക്ക് പിന്നെയും ചിരി. ചാവാറായി കിടക്കുന്നവനെ ശ്വാസം മുട്ടിച്ച് കൊന്നിട്ട് നിന്ന് ചിരിക്കുകയാണ് ശവം. നീ ഒന്ന് വച്ചിട്ട് പോയി. നിന്നോടൊക്കെ ഇത് പറയാൻ വന്ന എന്നെ പറഞ്ഞാൽ മതിയല്ലോ. ഞാൻ ദേഷ്യത്തിൽ കോള് കട്ടാക്കാൻ ഒരുങ്ങി. എടി, ചൂടാവാതെ ഞാൻ പറയട്ടെ. എനിക്ക് തോന്നുന്നത് നിന്റെ അമ്മായി നല്ല അസൽ സൈക്കോയാണെന്നാണ്. മറ്റുള്ളവർക്ക് മുന്നിൽ നിന്നെ മോശക്കാരിയാക്കുന്നതിലൂടെ സന്തോഷം കണ്ടെത്തുന്ന നല്ല ഒന്നാന്തര സൈക്കോ. അതെനിക്കും തോന്നാതിരുന്നില്ല. അതുകൊണ്ട് ഞാൻ അവൾ പറഞ്ഞു വരുന്നത് എന്താണെന്നറിയാൻ മിണ്ടാതെ കേട്ടു നിന്നു. ഇപ്പം അവർ നിന്നെക്കുറിച്ച് നിന്റെ അമ്മായി അച്ഛനോടും ആ ചേട്ടനോടും ഫോണിൽ കൂടെയും ഒക്കെ കുറ്റം പറയുന്നില്ലേ? പതിയെ പതിയെ ഇതുപോലെ ഹരിയേട്ടനോടും പറയും. കല്യാണം കഴിഞ്ഞ 2-3 മാസമായിട്ടും നീയും ഹരിച്ചേട്ടനും തമ്മിൽ അത്ര വലിയ അടുപ്പമൊന്നും ആയിട്ടില്ലല്ലോ. ഹരിച്ചേട്ടനെ കുറിച്ച് പൂർണ്ണമായിട്ട് നിനക്കും അറിയില്ല, അതുപോലെ നിന്നെക്കുറിച്ച് ഹരിച്ചേട്ടനും. ഇപ്പോഴത്തെ കണ്ടീഷനിൽ അമ്മായി നിന്നെക്കുറിച്ച് ഹരിച്ചേട്ടനോട് ഇങ്ങനെ പറയാണെന്ന് വെച്ചോ. എടി ഹരി, നീ പോയി കഴിഞ്ഞാൽ പിന്നെ ആ പെണ്ണ് ഏത് നേരവും കഥ കടച്ചിരിക്കും. ആരോടോ ഫോണിൽ കൂടി കൊഞ്ചുകയും കൊഴയുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. നീ ഒന്ന് സൂക്ഷിക്കണം. ഇക്കാലത്ത് കല്യാണം കഴിഞ്ഞ് ഓടി പോകുന്നതല്ലേ ഫാഷൻ. ഇങ്ങനെ അവർ ഹരിച്ചേട്ടനോട് പറഞ്ഞാൽ ചേട്ടനത് പൂർണ്ണമായും തള്ളിക്കറിയോ? എനിക്ക് അറിഞ്ഞൂടാ. അവൾ ചോദിച്ചു നിർത്തിയതിന് മറുപടിയായിട്ട് എനിക്ക് അങ്ങനെ പറയാനേ കഴിഞ്ഞുള്ളൂ. ഹരിയേട്ടൻ അത് ഒരിക്കലും വിശ്വസിക്കില്ല. ആര് പറഞ്ഞാലും എന്നെ അവിശ്വസിക്കില്ലെന്ന് പറയാനും മാത്രം ഞങ്ങൾ അടുത്തിട്ടില്ലല്ലോ. പരസ്പരം മനസ്സിലാക്കി തുടങ്ങുന്നല്ലേ ഉള്ളൂ. പക്ഷെ ഹരിയേട്ടനും അമ്മയും തമ്മിലോ? എന്നേക്കാൾ എന്തുകൊണ്ടും ഹരിയേട്ടന് വിശ്വാസം അമ്മയെ തന്നെ ആയിരിക്കും. അക്കാര്യത്തിൽ സംശയമൊന്നുമില്ല. എടി, അവരങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവർക്ക് എന്ത് കിട്ടാനാ? ഞാൻ ടെൻഷൻ കാരണം ചെറുവിരലിലെ നഖം കടിച്ചു തുപ്പി. പിന്നെ ഇപ്പം അവരെന്ത് കിട്ടിയിട്ടായി പറയണേ? സൈക്കോ അമ്മായിക്ക് ഒരു മനസ്സുഖം, അത്ര തന്നെ. എന്നാലും എടി, അങ്ങനെ പറയുന്നല്ല, ഞാനൊരു പോസിബിലിറ്റി പറഞ്ഞതാ. ഇതുപോലെ എല്ലാ വശവും നമ്മൾ ചിന്തിക്കണ്ടേ? 3-4 കൂട്ടുകാരികൾ കല്യാണം കഴിഞ്ഞ് പോയിട്ട് അവരുടെ അനുഭവങ്ങൾ കേട്ടിട്ടുള്ള അനുഭവ സമ്പത്ത് കൊണ്ട് പറയണതാണെന്ന് കരുതിക്കൊള്ളൂ കുട്ടി. യുവർ അമ്മായി ரொம்ப ഡേഞ്ചറസ്. നമ്മൾ എന്തും പ്രതീക്ഷിക്കണം. ഇവളുടെ കൂടെ ഒരു 5 മിനിറ്റ് കൂടി സംസാരിച്ചാൽ ഞാൻ ടെൻഷൻ അടിച്ച് അറ്റാക്ക് വന്ന് മരിക്കും. അപ്പം പിന്നെ ഞാൻ എന്താടി ചെയ്യുക? അമ്മയുടെ ഈ സ്വഭാവം എങ്ങനെ മാറും? ഇതിന് പ്രതിവിധിയില്ല. ദിസ് ഇസ് ഇൻക്രെഡിബിൾ. അവൾ തിലകൻ സ്റ്റൈലിൽ പറയുന്നുണ്ട്. പക്ഷേ അവരുടെ പദ്ധതികളൊക്കെ നമുക്ക് പൊളിച്ചെടുക്കാൻ പറ്റും. എങ്ങനെ? അതിനുള്ളൊരു വഴിയാ ഞാൻ ഇന്നാൾ പറഞ്ഞത്. അവർ പറയുന്നതൊക്കെ ഹരിച്ചേട്ടനെ കേൾപ്പിക്കുക. അമ്മയുടെ സൈക്കോതരം മോന് മനസ്സിലായ ശേഷം മാത്രം ഇന്ന് അവർ പറഞ്ഞത് വള്ളിയും പുള്ളിയും വിടാതെ ഹരിച്ചേട്ടനോട് പറയുക. അതോടെ നീ സേഫ് ആകും. വേറെ വഴിയൊന്നുമില്ല അല്ലേടി? ഞാൻ ആലോചനയോട് ചോദിച്ചു. ഇതിലും നല്ല വഴി എന്ത്? ഇനി വേണേ നീ ആലോചിച്ച് കണ്ടുപിടിക്കും. അല്ല പിന്നെ. അവൾ ദേഷ്യത്തിൽ കോൾ കട്ടാക്കിപ്പോയി. മൊബൈലും പിടിച്ച് കുറച്ചു നേരം ഞാൻ അങ്ങനെ തന്നെ നിന്നു. പരിചയമില്ലാത്ത പുരുഷന്മാരോട് സംസാരിക്കാൻ പോലും വിമുഖത കാട്ടുന്ന ആളാണ് ഞാൻ. അങ്ങനെയുള്ള എന്നെക്കുറിച്ച് മീനു ഇപ്പം പറഞ്ഞ പോലെ എന്തെങ്കിലും അമ്മ പറഞ്ഞുണ്ടാക്കിയാൽ അതൊന്നും സഹിക്കാനുള്ള മനക്കെട്ടി എനിക്ക് ഉണ്ടാവില്ല. പ്രശ്നങ്ങളെ എങ്ങനെ നേരിടണമെന്ന് എനിക്കിന്നും അറിയില്ല. കലഹങ്ങൾ എന്തിൻ്റെ പേരിലായാലും എപ്പോഴൊക്കെ ആയാലും ആരൊക്കെ തമ്മിലായാലും പേടിയാണ്, പണ്ടും ഇന്നും. ആ കലഹത്തിൻ്റെ കാരണം തന്നെ ഞാനായാലോ? അക്കാര്യം ഓർക്കാനേ വയ്യ എനിക്ക്. വൈകിട്ട് ഹരിയേട്ടൻ വന്നപ്പോൾ പതിവിലും വൈകി. ബ്ലോക്കായിരുന്നു അത്രേ. ഇട്ട് വെച്ചിരുന്ന ചായ അപ്പോഴേക്കും തണുത്തു പോയിരുന്നു. ഫ്ലാസ്കിലാക്കി വെക്കുന്ന പരിപാടിയൊന്നും ഇവിടില്ല. ചായ ചൂടാക്കി വെച്ചപ്പോൾ ഹരിയേട്ടൻ ഡ്രസ്സൊക്കെ മാറ്റി വന്നു. ബിസ്ക്കറ്റ് വേണോ? ചായയുടെ കൂടെ കഴിക്കാൻ വേറൊന്നും ഇരിപ്പില്ല. വേറൊരു സാധനം ഞാൻ ബാഗിൽ വാങ്ങി വെച്ചിട്ടുണ്ട്, പോയി എടുത്തിട്ട് വാ. ഞാൻ ടേബിളിൽ വെച്ച ചായ ഗ്ലാസ്സിലൊരെണ്ണം സ്വന്തം മുന്നിലേക്ക് നീക്കി വെച്ചുകൊണ്ട് ഹരിയേട്ടൻ പറഞ്ഞു. എന്താ? ഞാൻ എഴുന്നേറ്റ് നിന്ന് ചോദിച്ചെങ്കിലും പോയി എടുത്തിട്ട് വാ എന്ന് പറഞ്ഞതേ ഉള്ളൂ. ചോറ്റുപാത്രം വയ്ക്കുന്ന അറയിലാണേ. ഞാൻ റൂമിലെത്തുമ്പോൾ അവിടെ ഇരുന്ന് വിളിച്ചു പറയുന്നുണ്ട്. ബാഗ് എടുത്ത് വെച്ച് ചോറ്റുപാത്രം വയ്ക്കുന്ന അറ തുറന്നു. അതിൽ കൈയിട്ട് തപ്പിയിട്ടും ചോറ്റുപാത്രം മാത്രമേ കണ്ടുള്ളൂ. അതെടുത്ത് വെളിയിൽ വെച്ച് മുന്നിലെ അറ തുറന്നു നോക്കി. തീരെ ചെറുതല്ലാത്തൊരു പൊതി.
അത് ഞാൻ കയ്യിലെടുത്ത് നോക്കി. കട്ട്ലേറ്റ് ആണെന്ന് തോന്നുന്നു. നല്ല മണം. മൂക്കിലേക്ക് അടുപ്പിച്ച് ഒന്നുകൂടി മണത്തു നോക്കി. തന്നെ, കട്ട്ലേറ്റ് തന്നെ. സത്യം പറയട്ടെ, നാവിൽ വെള്ളം വന്നുപോയി. ആ അറ അടച്ചു വയ്ക്കാൻ തുടങ്ങുമ്പോൾ നീല നിറത്തിൽ ഒരു വർണ്ണക്കടലാസ് കൂടി കണ്ണിൽപ്പെട്ടു. ഒന്നുകൂടി നോക്കി. കൈയിട്ടത് പുറത്തെടുത്തു. 2 ഡയറി മിൽക്ക്. എപ്പോഴോ എനിക്കിത് ഇഷ്ടമാണെന്ന് പറഞ്ഞിരുന്നു. ഇതെനിക്ക് വാങ്ങിയതാകുമോ? ഇന്ന് ഇത്ര നേരവും മൂടിക്കെട്ടി നിന്ന മനസ്സിനടിയിൽ എവിടെയോ ഒരു കുഞ്ഞു സന്തോഷം തെളിയുന്നുണ്ട്. എന്തായാലും എടുത്തില്ല. പറഞ്ഞില്ലല്ലോ. എനിക്കാന്ന് പറയട്ടെ, അപ്പം എടുക്കാം. ചിരിയോടെ അതിനുള്ളിൽ തന്നെ ഇട്ടിട്ട് അറയടച്ചു വെച്ചു. ചോറ്റുപാത്രവും പൊതിയും എടുത്ത് ഡൈനിങ് റൂമിലേക്ക് ചെന്നു. 3 ചിക്കൻ കട്ട്ലേറ്റും അമ്മയ്ക്കൊരു വെജിറ്റബിൾ കട്ട്ലേറ്റും. അവരൊക്കെ ചായ കുടിച്ചല്ലോ. ഞാൻ ഞങ്ങൾക്കുള്ളതൊരു പ്ലേറ്റിലേക്ക് എടുത്തു വെച്ചു. എന്നാലും കൊണ്ടു കൊടുത്തേക്ക്. പ്ലേറ്റിൽ നിന്നൊരു കട്ട്ലേറ്റ് കയ്യിലെടുത്തുകൊണ്ട് ഹരിയേട്ടൻ പറഞ്ഞപ്പോൾ ബാക്കി 2ഉം അതേ പൊതിയിലേക്ക് തന്നെ വെച്ച് വരാന്തയിലിരിക്കുന്ന അമ്മയ്ക്ക് കൊണ്ടു കൊടുത്തു. അമ്മ പിന്നെ മതിയെന്ന് പറഞ്ഞു. അച്ഛന് കൊടുത്തപ്പോൾ പറഞ്ഞതാണ് തമാശ. എനിക്ക് 6:30-ക്ക് വെള്ളം കുടിക്കാനുള്ളതാ. വെള്ളം കുടിച്ച് 15 മിനിറ്റ് കഴിഞ്ഞേ ഞാൻ എന്തെങ്കിലും കഴിക്കൂന്ന്. വന്ന ചിരി കടിച്ചു പിടിച്ച് ഞാൻ തിരിഞ്ഞു നടന്നു. അച്ഛൻ കൃത്യനിഷ്ഠയുടെ ആളാണെന്ന് ഞാൻ പറഞ്ഞിരുന്നില്ലേ? പങ്ക്ച്വാലിറ്റി നല്ലതാണ്. അത് ഓവറായാലോ? നല്ല തമാശയായിരിക്കും അല്ലേ? ഏതാണ്ട് അതുപോലെയാണ് പുള്ളിക്കാരൻ്റെ കാര്യം. നമ്മളെല്ലാവരും വെള്ളം കുടിക്കാറുണ്ട്. എന്നാലും സമയം നോക്കി വെള്ളം കുടിക്കുമോ? അച്ഛൻ അങ്ങനെയാണ്. അച്ഛൻ ആഹാരം കഴിക്കാനായാലും വെള്ളം കുടിക്കാനായാലും സമയമുണ്ട്. അലാറം വെച്ചതുപോലെ അതേ സമയം നോക്കി പോയി കുടിക്കുകയും കഴിക്കുകയും ഒക്കെ ചെയ്യുന്നത് കാണാം. ഞാനൊക്കെ ദാഹിക്കുമ്പോൾ കുടിക്കുമെന്നല്ലാതെ സമയം നോക്കി വെള്ളം കുടിക്കുന്നത് എങ്ങനെയാണാവോ? ഇന്നാൾ വീടിൻ്റെ പിറകിൽ വിറകടുക്കി വെച്ചിട്ട് കിതച്ചുകൊണ്ട് വന്ന് പറഞ്ഞതായിരുന്നു രസം. ദാഹിക്കുന്നു, പക്ഷെ 11:30 ആയില്ല, അതുകൊണ്ട് വെള്ളം കുടിക്കാൻ പറ്റില്ല എന്ന്. ബാക്കി വന്ന കട്ട്ലേറ്റ് 2-3 മേശമേൽ കൊണ്ടുവച്ചിട്ട് ഹരിയേട്ടൻ്റെ ഒപ്പം ഇരുന്ന് ചായ കുടിച്ചു. ചായ കുടിച്ചിട്ട് ഹരിയേട്ടൻ TV ഇടുന്നതും കണ്ടു. പതിവില്ലാത്തതാണ്. ഇന്ന് ഓടിയുണ്ട്. ഇന്ത്യ പാക്ക്. എൻ്റെ സംശയിച്ചുള്ള നോട്ടം കണ്ടതും ആള് ചിരിയോടെ പറഞ്ഞു, കാണുന്നോ? ഇരിക്കുന്ന ചെറിയ ചൂരൽ സെറ്റിയിൽ ഹരിയേട്ടനടുത്തായി കൈതട്ടി ചോദിച്ചതും പാത്രം കഴുകിയിട്ട് വരാമെന്ന് പറഞ്ഞു ഞാൻ. ആകെ ഇഷ്ടമുള്ള ഗെയിം ക്രിക്കറ്റാണ്. വല്ലപ്പോഴും മീനുവിൻ്റെ വീട്ടിൽ പോയിരുന്ന് കാണാറുണ്ടായിരുന്നു. ഗ്ലാസ്സൊക്കെ കഴുകി വെച്ചിട്ട് ചെന്ന് അടുത്തിരുന്നപ്പോൾ പോക്കറ്റിൽ നിന്നും ചോക്ലേറ്റ് എടുത്ത് നീട്ടി. ഇവിടെ ഒരാൾ മിഠായി കൊതിച്ചയാണെന്ന് അറിഞ്ഞുകൊണ്ട് വാങ്ങിയതാ. ചിരിയോടെ പറഞ്ഞതും ഞാൻ 2ഉം കയ്യിൽ വാങ്ങി. ഒന്ന് അച്ഛന് കൊടുക്കാം. നിന്നെപ്പോലെ തന്നെ കൊതിയനാ. മറ്റേത് നമുക്ക് ഷെയർ ചെയ്യും. ഒറ്റ കണ്ണടച്ച് പറഞ്ഞതും ഞാനും ചിരിച്ചു. ഹരിയേട്ടൻ കൂടെയുള്ളപ്പോൾ രാവിലത്തേതൊന്നും ഓർക്കാനേ തോന്നുന്നില്ല എനിക്ക്. ചോക്ലേറ്റ് പകുതി പൊട്ടിച്ചു കൊടുത്തപ്പോൾ വായ തുറന്ന് കാണിച്ചു. മടി കൂടാതെ വായിലേക്ക് വച്ച് കൊടുക്കുന്നേരം മനപ്പുറം പോലെ വിരലിൻ തുമ്പിൽ കടിച്ചു. വേദനിച്ചില്ലെങ്കിലും ഞാനൊന്ന് കൂർപ്പിച്ചു നോക്കി. അപ്പോഴുമുണ്ട് ദേ പിന്നെയും ഒറ്റ കണ്ണടച്ച് ചിരിക്കുന്നു. ഒന്നുകൂടി നെറ്റി ചുളുക്കി നോക്കിയിട്ട് എൻ്റെ പകുതി വായിലേക്ക് ഇട്ടതും തോളിൽ കൂടി കൈയിട്ടെന്നെ ചേർത്ത് പിടിച്ചിരുന്നു. ആദ്യം ഒന്ന് ഞെട്ടിയെങ്കിലും അവിടെ അറിയാത്ത ഭാവത്തിൽ ഇരുന്ന് TV കാണുന്നത് കണ്ടപ്പോൾ അമ്മയും അച്ഛനും വരുമെന്ന് ആ ചെവിയോരം പതിയെ പറഞ്ഞു. വരട്ടെ, അതിനെന്താ എന്നും ചോദിച്ച് കൈ മാറ്റാതെ ഇരുന്ന് TV കാണുന്നുണ്ട്. എനിക്ക് ചമ്മല് തോന്നിയെങ്കിലും അങ്ങനെ തന്നെ ഇരുന്നു. ഇടയ്ക്ക് അച്ഛൻ വെള്ളം കുടിക്കാൻ പോയപ്പോൾ ഞാനൊന്ന് നീങ്ങിയിരിക്കാൻ നോക്കിയതാ. ഹരിയേട്ടൻ സമ്മതിച്ചില്ല. അച്ഛൻ, ഞാൻ ആളെ തട്ടി വിളിച്ചു പറഞ്ഞു. കാണട്ടെ, ഞാനിങ്ങനെ തന്നെ പിടിക്കും. എൻ്റെ ഭാര്യയും വേണേ അച്ഛൻ്റെ ഭാര്യയും. കൂസലില്ലാതെ പറയുന്ന കേട്ട് എനിക്ക് ചിരി വന്നു. കുറച്ച് ദിവസമായി ഹരിയേട്ടൻ എന്നോട് കൂടുതൽ സ്വാതന്ത്ര്യം എടുക്കുന്നുണ്ട്. ഇതുപോലെ ഓരോന്നൊക്കെ ചെയ്യുന്നും പറയുന്നുമുണ്ട്. ചിരിയോടെ ഞാൻ ഒന്നുകൂടി ആളിനോട് ചേർന്നിരുന്നു. എന്തോ ഞാനും ഇതൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്, ആസ്വദിക്കുന്നുണ്ട്. ഈ സ്നേഹം, ഈ കെയർ, ഇടയ്ക്കുള്ള കണ്ണിറുക്കി ചിരി എല്ലാം. കുറച്ച് കണ്ടപ്പോഴേ ഹരിയേട്ടന് മടുത്തു. ഇന്ത്യ നോക്കാറായി. അത് തന്നെ കാരണം. നമുക്കൊന്ന് പുറത്തു പോയാലോ ദേവു? തല ചെരിച്ച് എന്നെ നോക്കിയപ്പോൾ ഞാൻ നോക്കിയത് ക്ലോക്കിലേക്കാണ്. സമയം 7:06 ആകുന്നുണ്ട്. മണി 7 ആകുന്നു. സംശയിച്ചു പറഞ്ഞു. 7 ആയുള്ളൂ. നമുക്ക് ചുമ്മാ പാർക്കിലൊന്ന് പോയിട്ട് വരാം. ഇവിടെ അടുത്തൊരു പാർക്കുണ്ട്. പൂച്ചെടികളും സ്റ്റോൺ ബെഞ്ചുകളും ഫൗണ്ടനും രാവിലെയും വൈകിട്ടും നടക്കാൻ വരുന്നവർക്ക് സൗകര്യത്തിന് നടക്കാനുള്ള ചെറിയ വഴിയുമൊക്കെ ആയിട്ട് 1-2 വട്ടം ഞങ്ങളവിടെ പോയിട്ടുമുണ്ട്. രസമാണ്. അവിടേക്ക് പോകാമോ എന്നാണ് ഈ ചോദിക്കുന്നത്. ബോറടിക്കുന്നടോ, പോകാം. ഒന്നോട് ചോദിച്ചപ്പോൾ ഞാനും സമ്മതം മൂളി. റൂമിലേക്ക് ചെന്ന് പോകാനായി തയ്യാറായി കഴിഞ്ഞപ്പോഴാണ് ടേബിളിന് മുകളിലിരിക്കുന്ന എൻ്റെ മൊബൈൽ കണ്ണിൽപ്പെട്ടത്. രാവിലെ കേട്ടതൊക്കെ പിന്നെയും കൂർത്ത കത്തിമുന പോലെ നെഞ്ചിലൊരു പോറൽ വീഴ്ത്തിക്കൊണ്ട് ഉള്ളിൽ കടന്നുകൂടി. പതിയെ മൊബൈൽ കയ്യിലെടുത്ത് വോയിസ് റെക്കോർഡർ ഓൺ ചെയ്തു. അത്രയും ചെയ്തപ്പോൾ തന്നെ എന്തോ വലിയ കുറ്റം ചെയ്യാൻ ഒരുങ്ങുന്ന പോലെ എൻ്റെ നെഞ്ച് ഉച്ചത്തി മിടിക്കാൻ തുടങ്ങിയിരുന്നു. ഉള്ളംകൈയൊക്കെ വിയർപ്പിൽ കുതിർന്നു. തുടരും. അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ വായിക്കുന്നവർ
ഇതിന് ലൈക്കും കമൻറ്റും ഒക്കെ തരണേ. പിന്നെ നിങ്ങളുടെ പരിചയത്തിൽ ആർക്കെങ്കിലും ഇതുപോലത്തെ അമ്മായിമാരുണ്ടോ? ഉണ്ടെങ്കിലൊന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ.